ഇടയ്ക്ക് കൂടി ഇങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ്. അതിനകത്തുകൂടിയാണ് ഈ പുഴ ഒഴുകി വരണത്. അതിൽ കൂടിയാണ് കൊട്ടവഞ്ചി തൊഴിൽ. ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പോൾ കണ്ടോ ഒരു കടുവേര കാൽപ്പാട് കണ്ടോ. ഇത് മുട്ടിപ്പഴം എന്ന് പറഞ്ഞൊരു കായ കേട്ടോ. ഇത് ഇടയ്ക്ക് മാൻമൻ തിന്നും, പിന്നെ ആമ തിന്നും അല്ലേ ചേട്ടാ? എന്തെങ്കിലും ഒരു അനിമൽ അവിടെ നിന്ന് മുള്ളിലേക്ക് കയറി പെട്ടെന്ന് ഒരു മുള്ളിലേക്ക് കയറി വരാൻ പറ്റില്ല. സൈഡിലേക്ക് മാറുന്ന കാര്യം. ഇതെല്ലാം വളരെ മുന്നേറുടെ ഭാഗങ്ങളാട്ടോ. ഇതുണ്ട് ഇത് ശ്രീലങ്കൻ തമിഴ് പുലികൾ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ബോട്ടായിരുന്നു കേട്ടോ. ഇത് മുട്ടയിട്ടിട്ട് മുട്ട വിരിഞ്ഞ് ലാർവയാവും. കുറെ സ്റ്റേജ് ഉണ്ടല്ലോ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചിമ്മിനി ഫോറസ്റ്റിലാണ്. അപ്പം ഇപ്പം നിൽക്കുന്നത് ചിമ്മിനി ഡാമിൻ്റെ താഴെ നിൽക്കുന്നത്. ഇന്നലെ ഞാൻ ട്രക്കിംഗ് ഉണ്ടായിരുന്നു, ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നമ്മൾ പ്രസാദേട്ടനെ കണ്ടാകും. അപ്പം അമ്മയുടെ അനിയനാണ്. അപ്പം 22 വർഷത്തോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് ഡെപ്യൂട്ടി റേഞ്ചർ ഗ്രേഡ് അല്ലേ, ഗ്രേഡ് ആരാണ് ഇപ്പോൾ റിട്ടയർ ആയപ്പം പ്രസാദ് സാറിൻ്റെ കൂടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ വനത്തിലുള്ള എന്താ പറയുക എല്ലാ ജീവജാലങ്ങളും ഒരു സസ്യങ്ങളും ഏത് ചോദിച്ചാലും പ്രസാദേട്ടൻ അത് മുഴുവൻ കാണാപ്പാടമാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിമും എല്ലാം അല്ലേ? അത്യാവശ്യം കുറച്ച് ഓർമ്മയുടെ പ്രശ്നമുണ്ട്. എന്നാലും എല്ലാ കാര്യങ്ങളും നമുക്ക് മറിച്ചൊരു സംശയം ഇല്ലാത്ത രീതിയിൽ ഒരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരില്ല. അതുപോലെ എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ് പ്രസാദ് സാർ. അപ്പം നമ്മൾ ഇവിടെ വന്ന് കാഴ്ചകളെല്ലാം കണ്ടു. ഇനിയിപ്പം പ്രസാദ് സാറിൻ്റെ കൂടെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ബാക്കി ഒന്ന് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം ഡാമിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതൊക്കെ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. പിന്നെ ബാക്കി വനത്തിലോടെല്ലാം കയറിയിരുന്നു എല്ലാം. ഇവിടെ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ വേറെ എന്താ പറയുക, എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കയറിപ്പോയ വഴികളും ഇവിടെ ഉള്ള ഓരോ മലകളും അതൊക്കെ ഏതൊക്കെയാണെന്ന് എല്ലാം ചോദിച്ചു തന്നു. ശരിക്കും ചിമ്മിനെക്കുറിച്ചൊരു 2 വാക്ക് പറയാൻ എന്തായിരിക്കും? ചിമ്മി ഏത് വർഷമാണ് വൈൽഡ്? ചിമ്മിനി സാഞ്ചുറിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 1984 നവംബർ 6 ആണെന്നാണ് എൻ്റെ ഓർമ്മ ഉള്ളത്. അതായത് 6 ആണ്. അതാണ്. പിന്നെ വേറൊരു സാഞ്ചുറിയും കൂടി അതിനൊപ്പം ഉണ്ട്, നമ്മുടെ തെന്മല അല്ലേ? അതും കൂടി ഒറ്റ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് സാഞ്ചുറി രൂപീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഡാം വരണത്, അതിനുശേഷമാണ് ഉണ്ടാവുന്നത്. ആ വരുന്ന ബട്ടർഫ്ലൈ ആണ് ബ്ലൂ മോർമോൺ എന്ന് പറയുന്ന സാധനം. അവിടെ വീട്ടിൽ വന്ന് മുട്ടയിട്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ഇതാണ് സാധനം. ഇതൊരു വലിയ ബട്ടർഫ്ലൈ ആണ്. നമ്മൾ കാണുന്ന സൗത്ത് ഏഷ്യയിൽ കാണുന്ന 2ാമത്തെ വലിയ ബട്ടർഫ്ലൈ ആണ്. സൗത്ത് ഏഷ്യയിലെ 2ാമത്തെ വലിയ ബട്ടർഫ്ലൈ. ഒരു 16 സെന്റിമീറ്റർ ഒക്കെ അതിന്റെ വിങ് സ്പാൻ വരും. അതല്ലേ? 16 സെന്റിമീറ്റർ. ഒരു നമ്മളെ സ്കെയിലിന്റെ ഒരു എടുക്കുകയാണെങ്കിൽ എത്ര വരും? 4-2-4 6-7 ഇഞ്ചോളം വരും. അല്ല, 15 സെന്റിമീറ്റർ ഉണ്ടല്ലോ നമുക്ക് സാധാരണ ബോക്സ് സ്കെയിൽ. അതാണ് ഡാം വന്നത്. അതിനുശേഷം ഡാം കമ്മീഷൻ ചെയ്തിട്ടുള്ളത് 1996-ലാണ് കമ്മീഷൻ ചെയ്തത്. പിന്നെ എൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 120ഓളം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട്. പുതിയ അപ്പുറത്തുനിന്ന് അറ്റാച്ച് ചെയ്ത വെള്ളിക്കുളങ്ങരയുടെ വെള്ളിക്കുളങ്ങര റേഞ്ചിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇതിനോട് അറ്റാച്ച് ചെയ്ത് 2021 ഒരു സ്റ്റേഷൻ കൂടി രൂപീകരിച്ചു. ചിമ്മിണിയിലും അങ്ങനെ ഒറ്റ സ്റ്റേഷൻ വന്നു. ഒന്നും 2 സ്റ്റേഷൻ, ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷനും കവല ഫോറസ്റ്റ് സ്റ്റേഷനും. കവല ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് പഴയ ട്രാംവേ റൂട്ടിലുള്ള പറമ്പിക്കുളത്തുനിന്ന് മരങ്ങൾ കൊണ്ടുവരുന്ന ട്രാംവേ റൂട്ടിൻ്റെ ഒരു ജംഗ്ഷനാണ്. അതിൻ്റെ ട്രാമിൻ്റെ സിസ്റ്റം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഈ കവല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അല്ലേ. നമ്മളിവിടെ ഈ സാഞ്ചുറിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 85.067 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു അന്ന് ഇത് നോട്ടിഫൈ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഏരിയ. സാഞ്ചുറിയുടെ ചിമ്മിനിയുടെ ഏരിയ ഉണ്ടായിരുന്നത്
അതിൽ കുറേ ഭാഗം ഏണ്ടൊരു 2020 വരെയൊക്കെ പാലപ്പള്ളി റേഞ്ചിന്റെ കൈവശമായിരുന്നു. ശരിക്കും സെഞ്ചുറി രൂപീകരിക്കുന്ന സമയത്ത് പാലപ്പള്ളി റേഞ്ച് ചാലക്കുടി ഡിവിഷനിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 വർഷക്കാലം പറമ്പിക്കുളത്തിന്റെ അധീനതയിലായിരുന്നു. പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ അധീനതയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ചാലക്കുടിക്ക് വന്നു. പിന്നെയാണ് ബീച്ചിക്ക് 2006 ബീച്ച് ഡിവിഷനോട് അറ്റാച്ച് ചെയ്തത്. ബീച്ച് വൈൽഡ് ലൈഫ് ഡിവിഷനോട് അറ്റാച്ച് ചെയ്തത്. അങ്ങനെ ബീച്ച് ഡിവിഷൻ അതിൻ്റെ ഏരിയ മൊത്തം 125 പിന്നെ ഈ 85 കൂടി ചേർത്ത് ഉള്ളൊരു ഫിഗറാണ് ഉള്ളത്. ബീച്ച് ഡിവിഷന്റെ ഏരിയ ഉണ്ടായിരുന്നത്. പിന്നെ 2018 ചൂലന്നൂർ മയിൽ സങ്കേതം കൂടി ബീച്ച് ഡിവിഷൻ. അവിടെ 2 വർഷം ജോലി ചെയ്തു. 2017 കാലഘട്ടത്തിൽ 17 ലാസ്റ്റ് ആ സമയത്ത് ചുള്ളിനൂർ മയിൽ സങ്കേതത്തിൽ ജോലി ചെയ്തു. 18, 19, 20 അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം ഈ പീച്ച് ഡിവിഷൻ്റെ ഭാഗമാണ് ചിമ്മിണി. പീച്ച് ഡിവിഷനിലെ 2 റേഞ്ചാണ്, ചിമ്മിണി വൈൽഡ് ലൈഫ് റേഞ്ചും പീച്ച് റേഞ്ചും. ചുള്ളിനൂർ മയിൽ സങ്കേതം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് പീച്ച് വൈൽഡ് ലൈഫ് റേഞ്ചിന്റെ ഭാഗമായിട്ടാണ് അത് അതിന്റെ ഭരണം നടക്കുന്നത്. കുറച്ചു കാലം മംഗളവനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൈക്കോടതിയുടെ അടുത്തൊരു ചെറിയൊരു സാഞ്ചുറി ഉണ്ട്, ഒരു ബേർഡ് സാഞ്ചുറി ഉണ്ട്, മംഗളവനം. കേട്ടിട്ടുണ്ടാവും. എറണാകുളത്ത് അവിടെ മംഗളവനം ഉണ്ടല്ലേ? ഓക്കെ. ഞാൻ ഇവിടെ തേക്കടിയിലൊരു മംഗളാദേവിയല്ലേ? പക്ഷെ മംഗളവനം കുറച്ച് കണ്ടൽക്കാടുകളും ഒക്കെ ആയിട്ടുള്ള ഹൈക്കോടതിയോട് ചേർന്ന് തന്നെയാണ്. അത് കുറച്ചു കാലം അത് ബീച്ച് ഡിവിഷന്റെ ഭാഗമായിരുന്നു. അവിടെയും കുറച്ചു കാലം അങ്ങനെ പോകാനും ജോലി ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് കാലത്ത്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു മേഖല, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഫോറസ്റ്റിൽ ജോലി കിട്ടണം എന്ന്. പക്ഷേ നിലവിൽ അതൊരു ബന്ധമുള്ള ജോലി ഒന്നല്ല. പക്ഷെ എന്നാൽ പോലും കാട് കാണുമ്പോൾ ആ പച്ചപ്പെല്ലാം കാണുമ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോലി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവരവരുടെ കാര്യങ്ങളിൽ കഴിഞ്ഞ് വെറും ഒരു ജോലിയായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് ഇപ്പോ ഭൂരിഭാഗം കാണുന്നത്. സത്യം. ആ ഒരു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണല്ലോ ആ ഒരു ജോലി. പച്ചപ്പിനോടൊരു അറ്റാച്ച്മെന്റ് വേണം. അതാണ് പച്ചപ്പിനോടും പിന്നെ അതില് ഉള്ള മറ്റു ജീവജാലങ്ങളോടും ഒക്കെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് എന്നെങ്കിലേ ആ ജോലി ഭംഗിയായിട്ട് ശരിക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ എനിക്ക് കുറച്ച് ജോലി കിട്ടുക ഞാനൊക്കെ ഉള്ളു ഒരിക്കൽ പോലും എന്താ പറയാ അങ്ങ് പോവുള്ളൂ ആ ഒരു ജോലി. അതുപോലെ ഞാൻ ആ ജോലി ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കത് പക്ഷെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ആ ഒരു കാടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോട്ടേ ആ പച്ചപ്പും ആ മല. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലും ഈ കാട് കയറാൻ പോകുമ്പോഴല്ലോ ഈ നമ്മൾ നടക്കുന്ന വഴി ഇങ്ങനെ ഒരു ട്രെയിലുണ്ട്. പക്ഷെ ഞാനിങ്ങനെ സൈഡ് നോക്കി പോകാൻ ആക്ച്വലി ഒരു ആനിമൽസൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെറിയൊരു പ്രാണിയോ നമുക്ക് ഒരിക്കൽ പോലും കാണാത്ത രീതിയിലുള്ള ഇന്നലെ ഈ ഒരു നീല കളർ ഒച്ചൊക്കെ പോകുന്നേ അതൊക്കെ ഉണ്ട്. എനിക്ക് അത്ഭുതം തോന്നുന്നു. അതൊക്കെ എല്ലാ ജീവികളും മനുഷ്യന്റെ ശരിക്ക് മനുഷ്യന് ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കുന്നത് ഈ കാട്ടിലുള്ളതും മറ്റു കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഫലമായിട്ടാണ്. നമുക്ക് പിന്നെ നമ്മുടെ ആവാസവ്യവസ്ഥ എല്ലാം നമ്മുടെ ആവാസവ്യവസ്ഥ നിലനിന്ന് പോകണമെങ്കിൽ അവരുടെ പിന്നെ ജീവിതം, വനത്തിന്റെ ആയാലും വന്യജീവികളുടെ ആയാലും ജീവിതം അത്യന്താപേക്ഷിതമാണ്. അതെല്ലേ? പിന്നെ എന്നെങ്കിലും അല്ലാണ്ട് നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം. അതെ. പിന്നെ എല്ലാ ജീവികളും തമ്മിൽ ബന്ധപ്പെട്ടായിരിക്കണം. എല്ലാ ജീവികളും മനുഷ്യൻ മൃഗം തന്നെയാണ്. അത് ഈ മനുഷ്യന് ജീവിക്കണമെങ്കിലും ഈ മറ്റുള്ള ജീവികളുടെ സഹായം കൂടിയേ പിന്നെ അത് നേരിട്ട് നമ്മൾ അറിയുന്നില്ലെങ്കിലും അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ടൊന്നും ഈ ലോകം നിലനിന്ന് പോകുന്നില്ല. അതല്ലേ? ഇപ്പം നമ്മൾ ഈ ചിമ്മിനി ഡാമിൽ ഇവിടെ നമ്മൾ പുറത്തുനിന്നുള്ള മത്സ്യങ്ങളൊന്നും ഇവിടെ വളർത്തുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ഫിഷറീസൊക്കെ ആണെങ്കിലും തനതായിട്ടുള്ള മീനുകൾ മാത്രമേ ഇവിടെ. എത്ര തരം മീനുകൾ? ഏകദേശം ഒരു
ഇവിടെ ഉള്ള പ്രത്യേകമായിട്ട് കാണുന്ന ഒരു മീനുകൾ എന്തെങ്കിലും? കൂടുതലായിട്ട് കാണുന്ന മീനുകൾ അറഞ്ഞില്, മുണ്ടോത്തി, പിന്നെ പരല് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് അങ്ങോട്ട് പരലുണ്ട് ഇതിനകത്ത്. അതല്ലേ? പൂവാലിപ്പരല് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. പേരൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എല്ലാ പേരുകളും എനിക്ക് അറിയായിരുന്നു, ഒക്കെ മറന്നു. പിന്നെ അങ്ങനെയുള്ള കുറേ മീനുകളുണ്ട്. ഈ പിന്നെ നിലത്ത് പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്ന മീനുകളുണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൽ കൂടി ഇങ്ങനെ മുകളിൽ കയറുന്ന ടൈപ്പ് ഒരു മീനുണ്ട്. അതല്ലേ? അതെല്ലാം ഇവിടെ ഉണ്ടല്ലേ? പുറത്തുനിന്നുള്ള മീന് വളർത്താനായിട്ട് നമ്മള് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മളോട് ഇങ്ങനെയുള്ള ഇതൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള അനുമതി കൊടുത്തിട്ടില്ല. ഈ സെഞ്ചുറിയിൽ അങ്ങനെ ഒരു പുറമേ നിന്ന് മീൻ കൊണ്ടുവന്നിട്ട് വളർത്താൻ. പക്ഷെ ഇതാ നല്ലത്, അതിന്റെ തനതായ രീതിയിലല്ലേ ഇപ്പോഴും അത്. പിന്നെ നമ്മളെ പിന്നെ രാവിലെ പറഞ്ഞ ഈ ചില ഈ ആൾക്കാർ വളർത്തിക്കൊണ്ടിരുന്ന മൃഗങ്ങള് കാട്ടിലോട്ട് കയറി കാടിന്റെ ഭാഗമായിട്ട് തീരുന്ന അതിന്റെ പേരെന്നാ പറഞ്ഞ? അതിന്റെ ഒരു ഭയങ്കര ഒരു പ്രശ്നമാണത്. ഈ കണ്ടമാനം കന്നുകാലികൾ, പശുക്കളായാലും ആട് വളർത്തലായാലും അതുപോലെ തന്നെ പോത്ത് വളർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നേരെ കാട്ടിലേക്ക് കയറ്റി വിടുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ, പാലപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ആണെങ്കിലും കാണാൻ പറ്റും. കൊണ്ടുവന്നിട്ട് കാട്ടിലേക്ക് കയറ്റി വിടുന്നത്. പലരും വളർത്താൻ വേണ്ടി കയറ്റി വിടും. കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മളതിനെ തിരിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ അത് കാടിൻ്റെ ഭാഗമായിട്ട് മാറും. അങ്ങനത്തെ ഒരു കുറേ പോത്തുകളിങ്ങനെ ഫെറലായിട്ട് നടക്കുന്നു. ഫെറലെന്നാ പറയുക. ഈ മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, നാട്ടിൽ വളർന്ന അസുഖങ്ങളുണ്ടെങ്കിൽ കാട്ടിലെ മൃഗങ്ങളെ ബാധിക്കും. അപ്പോൾ അതിനാണ് നമ്മളത് അങ്ങനെയുള്ള കാട്ടില് കൊണ്ടുവന്ന് കയറ്റി വിടുന്ന. ശരിക്ക് നിയമപ്രകാരം അത് ചെയ്യാൻ പാടില്ല. ആവാസവ്യവസ്ഥ തന്നെ തകർന്നു പോലെ. ആവാസവ്യവസ്ഥ, പിന്നെ നാട്ടിലുള്ള മൃഗങ്ങൾക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് ആർക്കാം. ആന്ത്രാക്സ് പോലുള്ള അസുഖങ്ങൾ കാട്ടിലെ ജീവികളിലേക്ക്, കാട്ടിലെ ഏതെങ്കിലും ഒരു ജീവിക്ക് പിടിപെട്ടാൽ മതി. അവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കലർന്ന് ജീവിച്ചു പോണതാണ് കാടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ആനിമലിനെ പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, കാടിന്റെ നാശത്തിന്റെ അവസ്ഥയിലേക്ക് എത്തും. ഓ, അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ വരും അല്ലേ? പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു കാടിന്റെ ഭാഗമായിട്ട് തീരുമല്ലേ? കാടിന്റെ ഭാഗമായിട്ട് തീരും. മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടി വിളിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കയറ്റി വിട്ട ആൾക്കാർ പലപ്പോഴും ഇതിൽ പിടിച്ചോണ്ട് വരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒന്നില്ലെങ്കിൽ അവരെ ഓടിക്കും, ഇല്ലെങ്കിൽ ഇവരെ കയറ്റി വിടുന്ന ആൾക്കാർ അവിടെ വെളിച്ചം ദൂരെ കണ്ടാൽ അപ്പൊ തന്നെ അവര് അവിടെ ഓടിക്കളയും. ഇന്നലെ ഞാൻ പോയ ട്രക്ക് ചെയ്യുമ്പോഴത്തേനും അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റും അതൊരു തീരുന്ന ഭാഗവും ചെറിയൊരു ഐഡിയ പറഞ്ഞാൽ നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കയറിപ്പോയത് ഇവിടുന്ന് ഈ ഭാഗം ഇതിലെ കയറി ഇങ്ങനെ ഇതിനുള്ളിൽ ഉള്ള റോഡിൽ കൂടിയാണ് പോയിട്ടുള്ളത്. ഈ സ്ഥലപ്പേരെന്താ? ഈ സ്ഥലപ്പേര് ആ കാണുന്നത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. മുകളിൽ കാണുന്നത് വ്യൂ പോയിന്റ് എന്നാണ് ഈ ഭാഗത്ത് പറയണത്. ഇതിന്റെ മുകളിലത്തെ ഭാഗം തോട്ടപ്പുര എന്ന് അറിയപ്പെടും. തോട്ടപ്പുര നമ്മള് ഈ പഴയകാലത്ത് പാറ പൊട്ടിക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന തോട്ട സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്നാണ്. അവിടുന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടുന്ന് തുടങ്ങി. പിന്നെ ആ ഈറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ മലനിരയാണ് ഇന്നലെ. ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ കാടിന്റെ മറവിലാണ് ഈറ്റക്കൊമ്പൻ. അപ്പൊ ഞങ്ങൾ ഇന്നലെ അതിലേ പോയല്ലേ? അതിലേ കയറി ഈറ്റക്കൊമ്പനെ നേരെ താഴത്തേക്ക് ഇറങ്ങി. ഓ, അങ്ങനെയാണ്. ആ കാണുന്നത് പാണ്ടിമുടി എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് പോയിന്റ് ആണ്. ഈ സെഞ്ചുറിയുടെ ഭാഗത്തെ പാണ്ടിമുടി അല്ലേ? ഓക്കെ. പിന്നെ സാധാരണ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ചില എല്ലാവർക്കും ഒരു ഭാഗ്യമാണല്ലോ, ഒരു കടുവയെ കാണുമോ പുലിയെ കാണുമോ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കടുവയൊക്കെ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. ഒത്തിരി ആണല്ലേ? ഒരിക്കൽ ഞങ്ങൾ 2006 കാലഘട്ടത്തിലാണ് ഞങ്ങൾ പട്ടാളിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വഞ്ചിക്കല്ല് തോട്ടം എന്ന് പറയും, ആ ഭാഗത്തായിട്ടാണ്. വഞ്ചിക്കല്ല് തോട്ടിൽ കൂടി ഞങ്ങളിങ്ങനെ നടന്ന് കയറി പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ മുന്നിൽ കടുവ കാടിനോട് ചേർന്ന് പുഴയിൽ കൂടി തന്നെ ഇങ്ങനെ
നടന്നു പോകും മുന്നിൽ കൂടി. പുഴയോട് ചേർന്ന് കാടിനോട് ചേർന്ന് കാടിന്റെയും പുഴയുടെയും അതിരിൽ ഇങ്ങനെ നടന്ന് മുന്നോട്ട് കയറി പോകണു. ഞങ്ങള് പിന്നിൽ ഞങ്ങൾ ഒരു പക്ഷെ 10-12 പേരുണ്ടായിരുന്നു. ഇവിടുത്തെ ട്രൈബൽ വാച്ചർമാരും ഞാനും മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ ഒരു 6 മാസക്കാലം ഞാനിവിടെ ഒറ്റയ്ക്ക് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. റേഞ്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സ്റ്റാഫ് അന്ന് മറയൂർ വിഷയം ഉണ്ടായ സമയത്ത് അവിടേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഒരു 6 മാസക്കാലം ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാച്ചർമാരാണ്, ട്രൈബൽ വാച്ചർമാരാണ് നമ്മളെ അന്ന് അത്രയും പ്രൊട്ടക്ഷൻ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത്. അത് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാട്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കാട്ടി താമസിച്ചിട്ടൊക്കെ ഭക്ഷണത്തിനുള്ള സംഗതികൾ, അരിയോ അങ്ങനെയുള്ള സംഗതികൾ, മരിയും ഉപ്പുമീൻ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ കൊണ്ടുപോകും. എവിടെയെങ്കിലും പാറപ്പുറത്തൊക്കെ രാത്രി കിടക്കും, കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാൻ ഇന്നലെ അറിഞ്ഞ ഇവിടെ ഒരു വരയാടിനെ കണ്ടായിരുന്നു പറഞ്ഞു. വരയാടിനെ വരയാടിനോടെ കണ്ടത് ശരിക്കും ആ ഭാഗത്തൊക്കെ വരയാട് ധാരാളം ഉണ്ടായിരുന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പാണ്ടിമുടി ആ റീജിയനിലൊക്കെ. പാണ്ടിമുടി തൊട്ടപ്പുറത്ത് പറമ്പിക്കുളത്തിന്റെ ഏരിയ, പാണ്ടിമുടിയുടെ ഒരു ട്രൈ ജംഗ്ഷൻ കൂടിയാണ്. വെള്ളിക്കുളങ്ങരയുടെ മുമ്പ് വെള്ളിക്കുളങ്ങര ഇപ്പൊ ചിമ്മിനിയുടെ തന്നെ ഭാഗമാണ്. ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം പറമ്പിക്കുളം ടൈഗർ റിസർവാണ്. ആ ഭാഗത്തൊക്കെ ധാരാളം കാട്ടാടുകൾ എന്ന് പറയുന്ന ഈ വരയാടുകൾ ഉണ്ടായിരുന്നു. അവിടെ കോച്ചിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഇല്ലാണ്ടായി പോയതാവും. പിന്നെ ഈയിടെ ആയിട്ട് ഒരു 1-2 വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ കണ്ടതായിട്ട് ഒരു വാർത്ത കണ്ടിരുന്നു. വാർത്തയും കണ്ടിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് അതിന് ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തു. ശരി, വരയാടി ഒരു പാറ ഇങ്ങനെ അല്ലേ, പാറച്ചെരുവുകളല്ലേ, മലഞ്ചെരുവുകളിലെ കൂടുതലായിട്ടല്ലേ. അതുകൊണ്ടാണ് വരൈ തമിഴ്നാടിന്റെ അവരുടെ ഔദ്യോഗിക ജീവിയാണ് വരയാടെന്ന് പറയുന്നത്. അവരുടെ വര എന്ന് പറഞ്ഞാല് പാറക്കെട്ട്, മല ഏരിയ എന്നാണ്, ഹിൽ ഏരിയ എന്നാണ് അങ്ങനെയാണ് വരയാടെന്നുള്ള പേരുണ്ടായത്. ശരിക്കും കാട്ടിലെ ആടാണ് സംഗതി. പിന്നെ മൂന്നാർ ഭാഗത്ത് അവിടെ രാജമലയിൽ ഇരവികുളം നാഷണൽ പാർക്ക് ആ ജീവിയുടെ സംരക്ഷണാർത്ഥമാണ് രാജമലയിൽ ഇങ്ങനെ പോയിട്ട് ഞങ്ങളുടെ